ഇത്തവണ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കുറച്ച് സ്പെഷ്യൽ ആക്കണമെന്ന് കരുതി. ജോലി തിരക്കുകളിൽ നിന്നും ഒക്കെ മാറി കുറച്ച് റിലാക്സ്ഡായി അങ്ങനെയാണ് ഞങ്ങൾ ബാലി തിരഞ്ഞെടുക്കുന്നത്. വെറുമൊരു യാത്ര എന്നതിനപ്പുറം ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് ബാലി ഞങ്ങളെ മടക്കി അയച്ചത്. ഉബുദിലെ പുരാതന ക്ഷേത്രങ്ങളും പ്രകൃതിയും കണ്ടാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ആനിവേഴ്സറി ഡേ അന്ന് മൗണ്ട് ബാട്ടൂരിലെ കറുത്ത ലാവാ മണ്ണിലൂടെ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ അത് വെറുമൊരു കാഴ്ച മാത്രമായിരുന്നില്ല, വരാനിരിക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷയുടെ സൂര്യോദയമായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള ഓരോ ദിവസവും ബാലി ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നൂസ പെനീഡയിലെ ആഴക്കടലിൻ്റെ ഭംഗിയും ഉലുവാട്ടുവിലെ മനോഹരമായ സന്ധ്യകളും സെമിന്യാക്കുമൊക്കെ വേറിട്ടൊരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ ബാലി യാത്രയുടെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാഗേജ് ലോസായി, ബാഗേജിൻ്റെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത്തിരി സമാധാനമുണ്ട്. ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. മനസ്സിലായി ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ഏതോ ബെൽറ്റിൽ സ്റ്റക്കായിട്ട് അവിടെ കുടുങ്ങി കിടക്കുമായിരുന്നു. എന്നാലും കുഴപ്പമില്ലല്ലേ, ബാഗ് കിട്ടുമല്ലോ. ഡ്രസ്സില്ല, അത് ലാവണ്യയുടെ ബാഗ് കുടുങ്ങിയത്. എൻ്റെ ബാഗ് ഇവിടെ ഉണ്ട്. ഫൈനലി ഞങ്ങളുടെ പെട്ടി കിട്ടി. അത്യാവശ്യം മറ്റേ കളറൊക്കെ പോയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ നല്ല ഉറച്ചിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ബാഗ് ഞങ്ങൾ ഇനി ബാംഗ്ലൂരാണോ ഇങ്ങ് വന്നോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിലായിരുന്നു. എന്തായാലും അത് കിട്ടി ഇപ്പോൾ. അതായത് ഈ ബെൽറ്റിൻ്റെ ഉള്ളിൽ അവിടെ എങ്ങാണ്ട് കുടുങ്ങി കിടക്കുമായിരുന്നു, ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അവരെ മെയിൻ്റനൻസിൻ്റെ ആൾക്കാർ വന്നത് എടുത്തു തന്നു. There. Okay, this is our office. Okay. രാഹുൽ ബാലിയിലെ റോഡിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചീറിപ്പായതൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ 42 km/h സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല റോഡല്ലേ, അത്യാവശ്യം നല്ല റോഡാണ്, ചെറിയ റോഡാണ്. വണ്ടിയും കൊള്ളാം. വണ്ടി എടുത്ത വണ്ടിയും കൊള്ളാം, നല്ല റോഡ്. ഇതുവരെ എല്ലാം നല്ല റോഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്, നല്ല അത്യാവശ്യം ചൂടുണ്ട്, പുറത്ത് നല്ല ചൂടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെ ക്ലൈമറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ എന്തോ ഫെസ്റ്റിവൽ നടക്കും, അപ്പം ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആ കുരുത്തോല കൊണ്ടിട്ടുള്ള ആ ഒരു സാധനം വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ വീടുകളുടെയൊക്കെ ഫ്രണ്ടിലാണെങ്കിലും ഈ അമ്പലത്തിൻ്റെ പോലെ തന്നെ മറ്റേ പഴയ കല്ല് കൊണ്ടിട്ട് ഓരോ പ്രതിമയൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇടയ്ക്ക് കാണുമ്പോൾ, നല്ലതൊക്കെ കാണുമ്പോൾ. ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഇത് പക്ഷെ അമ്പലം തന്നെയാണ്. ഇതും അമ്പലം തന്നെയാ. ഉണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെയാ. കൊറേ അമ്പലങ്ങളുണ്ടല്ലേ, ഒരു 2 കിലോമീറ്റർ ഉണ്ട്. ഒത്തിരി അമ്പലങ്ങളുണ്ട്. നല്ല വൈബ്. റോഡിന് അത്ര വീതിയൊന്നുമില്ല, നല്ല. അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാറുണ്ടെന്നെല്ലാരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വലിയ കുഴപ്പം തോന്നില്ല ഇതുവരെ. പക്ഷെ ഈ ഉബുദിലൊക്കെ പോകുമ്പോ ഉണ്ടാവും തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇവിടത്തെ സമയം 1:15. ഞങ്ങള് ശരിക്കും 10:30 എത്തേണ്ട ഫ്ലൈറ്റ് നമ്മുടെ പൈലറ്റ് 10 മണിക്ക് തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വെറുതെ ഒരു 1.5 മണിക്കൂർ എയർപോർട്ടിൽ വെറുതെ പോയി. ഞങ്ങൾ പിന്നെ നേരെ പോയി കാറിൻ്റെ റെൻ്റലിൻ്റെ ഓഫീസിൽ. അവരവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഒരു ബോർഡൊക്കെ പിടിച്ച്, രാഹുൽ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ പിടിച്ച്. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഇത്രയും ഇങ്ങനെ അവിടെ നിന്ന് രാഹുലിൻ്റെ ഫോൺ ഓൾമോസ്റ്റ് സ്വിച്ച് ഓഫ് ആയി. 1% കണ്ട് ചാർജ് ഉണ്ട് ഇനിയിപ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയി ഒരു സിം കാർഡ് എടുത്തു, എൻ്റെ ഫോണിലിട്ടു. എന്നിട്ട് നേരെ അവരെ കോണ്ടാക്ട് ചെയ്തു വാട്സാപ്പിൽ. എന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു. അവരവിടെ ബോർഡൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ അവർ ഞങ്ങളെ പിക്ക് ചെയ്ത് അവരുടെ ഓഫീസിലോട്ടാണ് കൊണ്ടുപോയത്. അവരുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് കാറെടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ ഞങ്ങളിവിടെ 10 ദിവസം ഉണ്ട്. അപ്പോൾ ആ 10 ദിവസത്തേക്ക് ഞങ്ങൾ കാറെടുത്തു. കാരണം ഇൻഷുറൻസ് ഇൻക്ലൂഡിങ് ഫുൾ കവർ ഇൻഷുറൻസും കൂടെ ചേർത്ത് 18. അതായത് INR
ആ ഇന്ത്യൻ മണി 12,000 രൂപ. 12,000 രൂപ. പക്ഷെ അത് ഭയങ്കര ലാഭമാണ്. 10 ദിവസത്തേക്ക് അത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. അതായത് നമുക്ക് വേറെ എന്താ പറയാ, എന്ത് ആക്സിഡന്റ് ആണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം കവർ ആവും. ചെറിയ സ്ക്രാച്ചോ ഇല്ലെങ്കിൽ ശരിക്കും എത്ര റേറ്റ് എന്നറിയാം? 10 ദിവസത്തേക്ക് 9,000 കാണിച്ചുള്ളൂ. അത് ഭയങ്കര കുറവാണ്. നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോഴേക്കും നല്ല കുറവാണ്. നല്ല കുറവാണ്. പിന്നെ ഞങ്ങള് ബൈക്ക് എടുക്കാത്തെന്ന് വെച്ചാൽ അത്യാവശ്യം മഴ പ്രഡിക്ഷൻ ഉള്ള വീക്കാണിത്. മഴ എങ്ങാനും കിട്ടി വെറുതെ നമുക്കിപ്പം ഒരുപാട് സ്ഥലങ്ങളിപ്പം വെറുതെ ആണെങ്കിലും കറങ്ങാൻ പോകാന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ പിന്നെ മഴയും വെയിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറാണ് കുറച്ചുകൂടെ സേഫ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാറിലോട്ട് എത്തി. കാർ എടുക്കാന്നുള്ള തീരുമാനിച്ചു. ഇത് ഓട്ടോമാറ്റിക് ആണ്. അപ്പം ഓടിക്കാനും ഒക്കെ നല്ല സുഖമുണ്ടല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഫുള്ള് ഡെക്കറേഷൻ. ഇത് അമ്പലമാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. രാഹുൽ അതാ പറയണ, റോഡ് ആലപ്പുഴയില് ചെറിയ റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ, ടെൻഷനൊന്നും ഇല്ലാത്ത, കുഴപ്പമില്ല. റോഡ് സൈഡിലൊക്കെ കാശുള്ളവര് വലിയത് വെക്കും, കാശില്ലാത്തവര് കുറച്ച് ചെറുത്. റൈറ്റ് സൈഡിൽ കാണുന്നത് കാശില്ലാത്തവരുടെയും കാശുള്ളവരുടെ ഞാൻ കാണിച്ചത്. അത് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആഡംബരമായിട്ടുള്ള. ഇതൊരു മീഡിയം ഫാമിലിയുടെ ഇതാന്ന് തോന്നുന്നു. അത്യാവശ്യം കുറച്ച് ആഡംബരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ട ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2 കിലോമീറ്റർ ഒന്നുമല്ല, ഒരു 500 മീറ്ററിൽ മാറുമ്പോഴത്തേക്കും ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ അമ്പലങ്ങളുണ്ട്. ഇത് നിറയെ അമ്പലങ്ങളാണ് ഇതൊക്കെ കണ്ട. നമ്മള് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഇതിന്റെ കൊട്ടിക്കലാശം ഉണ്ടല്ലേ. അതായത് 28-നാണ് ഈ ഫെസ്റ്റിവലിന്റെ ക്ലോസിംഗ് സെറിമണി നടക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് വായിച്ചു, ഞാൻ പേര് മറന്നു. ആ സെലിബ്രേഷന്റെ പേരെന്തോ പറഞ്ഞായിരുന്നു. ഇത് നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട്. നല്ല റോഡല്ലേ, നല്ല റോഡും. ഇത് കാറാ അമ്പൽപ്പാടം. ഞങ്ങള് നേരെ ഇപ്പൊ പോകുന്നത് ഉബുദിലോട്ടാണ്. ഉബുദിലാണ് ഇനി ഞങ്ങളുടെ 2-3 ദിവസം അല്ലേ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ആദ്യത്തെ 3 ദിവസം ഉബുദാ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഉബുദ് സിറ്റിയിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് കുറച്ചുകൂടെ ഉള്ളിലോട്ടാണ്. ഉബുദിന്ന് സിറ്റിയിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ടായിട്ട് സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. ബാക്കി എല്ലാ സാധനം അടുത്ത് വരുന്ന രീതിയിൽ റൈസ് ടെറസും മൗണ്ട് ബാട്ടൂറും. അങ്ങനെ ഞങ്ങൾക്ക് ബാലിയിലെ മഴ കിട്ടി അല്ലേ. ഫസ്റ്റ് വന്ന ദിവസം തന്നെ ഞങ്ങൾ ഉബുദ് ഉള്ളിലോട്ടാണല്ലോ റൂം എടുത്തത്. ലെഫ്റ്റ് ആണ് സെനാറ്റ. ഞങ്ങളുടെ റിസോർട്ട് എത്താറ്. റിസോർട്ടാണോ ഹോട്ടലാണോ? വില്ലാസ് ആൻഡ് സ്പാ. വില്ലാസ് ആൻഡ് സ്പാ. ഭജന മടം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അല്ല, ഭജന വേറെന്താ, സോറി. ഇത് പഴയ ഏതോ ഗ്രാമപ്രദേശത്തിലെ ലെഫ്റ്റില് കുഞ്ഞു ഓടയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു കുഞ്ഞ് ഏതെങ്കിലും സാധനം. നമ്മൾ അത്യാവശ്യം റിവ്യൂ നോക്കി ബുക്ക് ചെയ്തത്. എന്താ പറഞ്ഞ? ജിഞ്ചർ കൊണ്ടും സർബത്ത് കൊണ്ടും ഉണ്ടാക്കിയത്. കുടിച്ചു നോക്കും. അത് ഇളക്കാനുള്ള സ്ട്രോ ആണത്. നല്ല ടേസ്റ്റ്. ലെമൺ ഗ്രാസിൻ്റെ മാലയൊക്കെ ഇട്ടിട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. മാലയിട്ട് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തോ. കുടിച്ചു നോക്ക്. ചോട്ടില്ലേ
ആ ഓ വന്നോടെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. ഇവിടുത്തെ 3 മണിയാണ്. പക്ഷെ നമ്മുടെ അവിടുത്തെ 12:30 അല്ലേ. പക്ഷെ വിശന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. അത് കൊള്ളാമല്ലോ. Special today, chicken salted egg. ചിക്കൻ സാൾട്ടഡ് എഗ് IDR 45K. എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. 45K എന്ന് പറയുമ്പോഴേക്കും 200 സംതിങ് ആയിരുന്നു. 200 കുഴപ്പമില്ലല്ലോ. രാഹുൽ ഓർഡർ ചെയ്ത് എന്താണ് സോൾട്ടഡ് ചിക്കൻ സോൾട്ടഡ് എഗ്ഗ്. ഇത് വിത്ത് റൈസാണ് വരുന്നത്. വിത്ത് റൈസ് ചിക്കൻ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഐ ആം ഗോയിങ്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ചിക്കൻ ഉണ്ട്, റൈസ് ഉണ്ട്, പിന്നെ അവരുടെ സാലഡ്, കുറച്ച് എന്താണ് നമ്മുടെ ചട്നിയൊക്കെ പോലത്തെ സോസ് എല്ലാം, ചമ്മന്തി പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സൂപ്പ് വന്നത്. നാട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ സമയം എന്തായി 3-4 മണി കഴിഞ്ഞിട്ട് 3:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷായി റെസ്റ്റ് എടുക്കണം. മഴയുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞില്ല. മഴയൊക്കെ എനിക്കിറങ്ങാനൊന്നും വയ്യ. അല്ലെങ്കിൽ തണുപ്പെടുത്തിട്ട് വയ്യ. ഞാൻ ഇവിടെ ഇച്ചിരി ചൂടായിരിക്കും, ഈ ചൂട് കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ മഴയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ വെച്ച് തീർന്ന് ചൂട്ട് കൊള്ളുമായിരിക്കും. പക്ഷെ ഇവിടെ 39 ഡിഗ്രി ഡിഗ്രിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് പുറത്ത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കിടന്നുറങ്ങി, കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. പണിയൊക്കെ ആക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല രാത്രിയായി. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 6 മണിയൊക്കെ, ഇവിടുത്തെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടുത്തെ ഷോപ്സും എല്ലാം ക്ലോസ് ചെയ്യുന്നതാണ്. റെസ്റ്റോറൻ്റ് ആയാലും ഇവിടെ അങ്ങനെ നൈറ്റ് ലൈഫ് ഇല്ല. ഉബുദിൽ അങ്ങനെ നൈറ്റ് ലൈഫ് അങ്ങനെ പറയാൻ ഇതൊക്കെ ഇല്ല. അപ്പം ഞങ്ങൾ ആദ്യം പുറത്തേക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതെ, ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഷോപ്പെല്ലാം ക്ലോസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വന്നു, ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഉബുദ് പ്രോപ്പർ സിറ്റിയിലല്ല. ഉബുദ് സിറ്റിയിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 4-5 കിലോമീറ്റർ ഉള്ളിലോട്ടല്ലേ? 10-13 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. അപ്പം ഞങ്ങൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. 2 സ്റ്റാർട്ടറും 2 മെയിൻ കോഴ്സും ആണ്. പക്ഷേ ഇതിലേതാ സ്റ്റാർട്ടർ ഏതാ മെയിൻ കോഴ്സ് ഒന്നും നമുക്ക് അറിയുന്നില്ല. ഇത് വെജിറ്റബിൾ ടെമ്പൂര എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടി ഫ്രൈ ചെയ്ത കുറച്ച് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ഫ്രൈ ചെയ്ത്. പിന്നെ ഇത് നമ്മളുടെ ബീഫ് സ്റ്റേക്ക്. പിന്നെ ഇത് ചിക്കൻ്റെ ഒരു ചിക്കൻ ബക്കാർ. പിന്നെ ഇത് മഷ്റൂം സ്ക്യൂവർ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട. ഇത് നമ്മളുടെ ബീൻസ് തോരനില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. നല്ലതായിരുന്നു. അങ്ങനെ എന്നാൽ കഴിക്കാം. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാമെന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ റെസ്റ്റ് ഡേ ആണ് ശരിക്കും പ്ലാൻ ചെയ്തത്. അതായത് ഇവിടെ
ഇന്നലെ നൈറ്റ് ആയിരുന്നല്ലോ ഫ്ലൈറ്റ്. അപ്പം ഫ്ലൈറ്റിൽ വന്ന് നൈറ്റ് നമുക്കങ്ങനെ പ്രോപ്പർ ഉറക്കമൊന്നും കിട്ടില്ല, പിന്നെ ടയേർഡാവും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഇന്ന് വരിക, ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് നാളെ തൊട്ട് ഫുൾ ഓൺ ട്രിപ്പ് മോഡ്. എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ പോയി കഴിക്കട്ടെ.